കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിന് വന്ന പ്രതികരണങ്ങളാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും യെസ് താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് കാണിച്ചത്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കാണിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വീഡിയോ തന്നെയാണ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ അത് സക്സസ് ആയിട്ട് റൺ ചെയ്യാം എന്ന് തന്നെയാണ്. ഓൾറെഡി നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ 2 മിനിറ്റിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യാം എന്നൊരു വീഡിയോ ഇട്ടിരുന്നു. അതിന് വന്ന റെസ്പോൺസ് ആണ് നിങ്ങൾ ഓൾറെഡി കണ്ടത്. അപ്പോൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് യൂട്യൂബ് ചാനൽ എങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്കും ഈ ഒരു പാനലിൽ എത്തിച്ചേരാം എന്നുള്ളതാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലൈക്കിന്റെ ടാർഗറ്റ് 1000 ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് തുടങ്ങിക്കോളൂ. ട്യൂട്ടോറിയൽ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാം. ആദ്യമായിട്ട് നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ അത് നമ്മളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കണം. നമുക്ക് എന്താണോ താല്പര്യം, എന്താണോ ഇഷ്ടം, എന്താണോ കൂടുതൽ ഇഷ്ടം, അതായിരിക്കണം നമ്മളുടെ കണ്ടന്റ്. അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് ആ കണ്ടന്റ് ഈ കണ്ടന്റ് ഒക്കെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ മുമ്പോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖല, നിങ്ങൾക്ക് തയ്യലാണ് താല്പര്യമെങ്കിൽ തയ്യലിനെ കുറിച്ച് വീഡിയോ ഇടുക, നിങ്ങൾക്ക് സിനിമയാണ് താല്പര്യമെങ്കിൽ സിനിമയെ കുറിച്ചുള്ള വീഡിയോ ഇടുക, നിങ്ങൾക്ക് പ്രൊഫഷൻ അതായത് ഏതെങ്കിലും രീതിയിലുള്ള ജോബിനെ കുറിച്ചാണ് താല്പര്യമെങ്കിൽ അതിനെ കുറിച്ചുള്ള വീഡിയോകൾ ഇടുക, ഇൻഷുറൻസ് താല്പര്യമെങ്കിൽ ഇൻഷുറൻസിനെ കുറിച്ച് ഇടുക. അതായിരിക്കണം നമ്മളുടെ കണ്ടന്റ്. അതുപോലെ തന്നെ ആ കണ്ടന്റിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കാൻ പാടില്ല. ഒരിക്കലും ഇന്ന് ഇൻഷുറൻസിനെ കുറിച്ചിട്ടു, നാളെ ജോബിനെ കുറിച്ചിട്ടു, മറ്റന്നാൾ ബിസിനസ് ഐഡിയയെ കുറിച്ചിട്ടു, അതിന്റെ പിറ്റേന്നാൾ മമ്മൂട്ടിയെ കുറിച്ചിട്ടു, പിന്നെ മോഹൻലാലിനെ കുറിച്ചിട്ടു. ഒരിക്കലും നിങ്ങളുടെ ചാനൽ സക്സസ് ആവുകയില്ല, അവിടെ വെച്ച് പോകും. കാരണം നിങ്ങളുടെ വ്യൂവേഴ്സ് വരുന്നത് ഇൻഷുറൻസിനെ കുറിച്ച് അറിയാനാണ്. മറ്റുള്ള കാര്യത്തിൽ അവർക്ക് താല്പര്യമില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിന് ഒരുപാട് ചാനലുകൾ അവർ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത് വച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങളുടെ ചാനൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ഞാൻ പറഞ്ഞതുപോലെ ചപ്പ് ചവറുകൾ വലിച്ചു വാരി അതിൽ ഇടരുത്. ഒരിക്കലും നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ, നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേയുള്ളൂ എങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ വീഡിയോകൾ ഒരു വീഡിയോ പോലും നിങ്ങൾ എങ്ങും ഷെയർ ചെയ്യാതിരിക്കുക. അപ്പോൾ ചോദിക്കും, ഇതെങ്ങനെ ആൾക്കാർ കാണും? അതൊക്കെ ആൾക്കാർ കണ്ടോളും. അത് യൂട്യൂബിന്റെ ടെക്നിക്കാണ്. നമ്മൾ ഫേസ്ബുക്കില്, വാട്സപ്പില്, അവിടെ ഇവിടെ എങ്ങും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക. കാരണം പ്രത്യേകിച്ച് ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും നിങ്ങളുടെ വീഡിയോകൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കരുത്. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് താല്പര്യമുള്ള മേഖലയായിരിക്കില്ല, അതുകൊണ്ട് തന്നെ നമ്മളുടെ നിർബന്ധത്തിന് വഴങ്ങി കണ്ടെന്ന് വരാം. 2, അവർക്ക് താല്പര്യമുള്ള മേഖലയാണെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ സുഖിക്കണ്ട എന്ന് കരുതിയും അവർ കാണാതിരിക്കാം. 2 പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക, മറ്റുള്ള ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക. നിങ്ങൾ റെഗുലർ ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്കുള്ള ആളുകൾ സ്വയമേവ നിങ്ങളുടെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കും. കണ്ടന്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, പോർണോ വീഡിയോസ് ഒരിക്കലും ചെയ്യരുത്, ചാനൽ അടിച്ചു പോകും. ചൈൽഡ് അബ്യൂസ് ചെയ്യരുത്, വുമൻ അബ്യൂസ് ചെയ്യരുത്. അതുപോലെ ഒത്തിരി ഉണ്ട്, സ്പാം ലീഡിങ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. കാരണം പിന്നെ ഗെയിമിംഗ് ചാനൽ വളരെ ബൂമിങ്ങിലാണ് എന്ന് കരുതി ഗെയിമിംഗ് ചാനൽ ഉണ്ടാക്കാതിരിക്കുക. ഗെയിമിങ്ങിനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രം അതിലേക്ക് ഇറങ്ങി പുറപ്പെടുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കോപ്പിറൈറ്റഡ് മെറ്റീരിയൽ. മറ്റുള്ളവരുടെ കോപ്പിറൈറ്റഡ് മെറ്റീരിയൽ നമുക്ക് ഉപയോഗിക്കാൻ യാതൊരു അധികാരവുമില്ല. നമുക്ക് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി വേണമെങ്കിൽ ഒരു 15 സെക്കൻഡ്സ് വരെയുള്ള കാര്യങ്ങൾ എടുക്കാവുന്നതാണ്. അതിൽ നമ്മളുടെ ഇൻപുട്ട് കൂടെ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ഇല്ലെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാര്യങ്ങളിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ട്യൂട്ടോറിയലിലോട്ട് കടക്കുകയാണ്. അത് വളരെ കൃത്യമായിട്ട് കണ്ടിരിക്കണം, ഓരോ പോയിന്റും കണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകുകയും ചെയ്യാൻ സാധിക്കുകയുമുള്ളൂ. നിങ്ങൾക്ക് ഈ ഐഡിയ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ, ചെയ്യുന്നവർ, ചെയ്യാൻ പോകുന്നവർ താഴെ കമന്റിൽ വന്ന് യെസ് എന്ന് കമന്റ് ചെയ്യുക. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വന്ന് ചോദിക്കാവുന്നതാണ്. അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക്
പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മളുടെ ട്യൂട്ടോറിയലിലോട്ട് കടക്കുകയാണ്. നമ്മൾ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കാണുക. വളരെ സിമ്പിൾ ആണ്, ഒട്ടും അതിനകത്ത് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു ജിമെയിൽ ഉണ്ട്. ഞാനിവിടെ ഒരു ജിമെയിൽ അക്കൗണ്ട് ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇത് ഞാൻ ഉപയോഗിക്കുന്ന ജിമെയിൽ അല്ല, ഇതിനു വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ജിമെയിൽ അക്കൗണ്ട് ആണ്. ജിമെയിൽ അക്കൗണ്ട് നമുക്ക് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മളുടെ യൂട്യൂബിലോട്ടാണ്. ഇവിടെ നമ്മൾ യൂട്യൂബ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള യൂട്യൂബിന്റെ ഒരു ഇന്റർഫേസ് തുറന്നു വരും. ഈ ഇന്റർഫേസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിപ്പോ ഞാൻ ലാപ്ടോപ്പിൽ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ലാപ്ടോപ്പ് ഇല്ലാത്തവർക്ക് മൊബൈൽ ഫോണിൽ ചെയ്യാവുന്നതാണ്. രണ്ടിലും, മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും സെയിം സിസ്റ്റം തന്നെയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ അതേപോലെ തന്നെ മൊബൈൽ ഫോണിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അവിടെ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡെസ്ക്ടോപ്പ് മോഡ് എടുക്കുക എന്നൊരു പ്രവൃത്തി മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് അതിന്റെ റൈറ്റ് സൈഡിൽ 3 ഡോട്ട് കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് പോകുമ്പോൾ വരുന്ന ഓപ്ഷനിൽ താഴോട്ട് പോകുമ്പോൾ ഡെസ്ക്ടോപ്പ് മോഡ് എന്ന് കാണും. അതെടുക്കുക, അതിൽ യൂട്യൂബ് തുറക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ ഒരു പ്രത്യേകത. അപ്പൊ നമുക്ക് ഇതിനകത്ത് സൈൻ ഇൻ ചെയ്യാം. ഇവിടെ ഇപ്പൊ ഇത് കണ്ടു, സൈൻ ഇൻ ചെയ്തിട്ടില്ല, ഞാൻ ചാനൽ ഉണ്ടാക്കിയിട്ട് പോലുമില്ല. അപ്പൊ ഈ ചാനൽ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ നമ്മൾ സൈൻ ഇൻ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ നമ്മളുടെ ചാനലിലേക്കുള്ള പ്രവേശന കവാടത്തിൽ എത്തിയിരിക്കുകയാണ്. ജസ്റ്റ് ഇവിടെ നോക്കേണ്ടത്, ഇവിടെ ഇപ്പൊ ജി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അത് ജി അല്ല, നിങ്ങൾ എന്ത് മെയിൽ ഐ ഡി കൊടുത്തോ അതനുസരിച്ചാണ് ഇവിടെ വരുന്നത്. ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഗ്ലാമർ വേൾഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ജി വന്നത്. നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻ അനുസരിച്ചുള്ള ആദ്യത്തെ അക്ഷരമായിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചാനൽ കുറെ അധികം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതൊന്നും ഇപ്പൊ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നേരിട്ട് ക്രിയേറ്റ് ചാനൽ എന്ന ഓപ്ഷനിലേക്ക് പോവുക. ഇവിടെ നമുക്ക് യുവർ ക്രിയേറ്റർ ജേർണി ബിഗിൻസ്, നമ്മളുടെ യൂട്യൂബിലേക്കുള്ള ഒരു തുടക്കമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലേൺ മോർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാവുന്നതാണ്. ഞാനിപ്പോ നേരെ പോകുന്നത് ഗെറ്റ് സ്റ്റാർട്ടഡ് ആണ്. നമ്മളൊരു യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് എന്താണ്, ചൂസ് ഹൗ ടു ക്രിയേറ്റ് യുവർ ചാനൽ, യൂസ് യുവർ നെയിം. ഓൾറെഡി നമ്മൾ ജിമെയിൽ അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന നെയിം, അതായത് ഞാൻ ഗ്ലാമർ വേൾഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് വേറൊരു പേര് വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം, യൂസ് എ കസ്റ്റം നെയിം. അപ്പം തൽക്കാലം ഇത് സെലക്ട് ചെയ്താൽ നമ്മൾ നേരിട്ട് എൻട്രിയിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു കസ്റ്റം നെയിം ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കസ്റ്റം നെയിം സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു കസ്റ്റം നെയിം സെലക്ട് ചെയ്യാണ്. ഞാനൊരു കേരള എന്നും കൂടി ആഡ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് ഇരിക്കുന്നത്, ഗ്ലാമർ വേൾഡ് കേരള. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണിത്. ഇവിടെ ടിക്ക് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ്, നമ്മളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്, ക്രിയേറ്റ് ചെയ്യുക, കഴിഞ്ഞു. നമ്മളുടെ ചാനൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. എത്ര സിമ്പിൾ ആണ്, 1 മിനിറ്റ് പോലും എടുത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നൈസ് വർക്ക്, യുവർ ചാനൽ ഗ്ലാമർ വേൾഡ് കേരള ഹാസ് ബീൻ ക്രിയേറ്റഡ്. സംഭവം ഓൾറെഡി ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ അപ്ലോഡ് എ പ്രൊഫൈൽ പിക്ചർ, ഇത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഓപ്ഷൻ വരും. അവിടെ നമ്മൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ഫോണിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ ടെൽ വ്യൂവേഴ്സ് അബൌട്ട് യുവർ ചാനൽ, എന്താണ് നിങ്ങളുടെ ചാനൽ. അപ്പൊ അതിനെ കുറിച്ച് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. 1000 ആൽഫബറ്റ് വരെ ആകാവുന്നതാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് 0 1000. നമ്മൾ 1000 ആകുമ്പോഴത്തേക്ക് അവർ നിർത്താൻ പറയും. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഇത് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഇവിടെ ആഡ് URL ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഇവിടെ കൊണ്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ട്വിറ്റർ ഉണ്ടെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ അതിവിടെ ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുത്താൽ മാത്രം മതി. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല. നേരെ സെറ്റപ്പ് ലേറ്ററിൽ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, വളരെ പെട്ടെന്ന് നമ്മളുടെ ഒരു ചാനൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഗ്ലാമർ വേൾഡ് കേരള ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നോ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, കാരണം നമ്മൾ അങ്ങോട്ട് തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള കുറെ ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്ന് നോക്കേണ്ടി വരും. അതിനു മുമ്പ് പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഈ ചാനൽ തുടങ്ങിയാൽ ഉടൻ അവർ തരുന്ന ഒരു ഓപ്ഷനാണ് അപ്ലോഡ് വീഡിയോ. നമ്മൾ കുറച്ച് വീഡിയോ എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഇട്ടതിന് ശേഷം മാത്രം ഒരു ചാനൽ തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഇവിടെ അപ്ലോഡ് എ വീഡിയോ ടു ഗെറ്റ് സ്റ്റാർട്ടഡ്, നിങ്ങൾക്ക് തുടങ്ങാം, ഇപ്പൊ തന്നെ തുടങ്ങാം. അതായത് അടുത്ത 5-ാമത്തെ മിനിറ്റിൽ നമ്മളുടെ ചാനൽ സ്റ്റാർട്ടായി, നമ്മൾ ഓൾറെഡി ലൈവ് ആയി കഴിയുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചാനലിന്റെ കസ്റ്റമൈസേഷനിലോട്ട് പോവാണ്. ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് തിരിച്ചു വരാം.
നമുക്ക് കസ്റ്റമൈസേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇന്റർഫേസ് ആണ് കിട്ടുന്നത്. ലേൺ മോർ അതിപ്പോ നമുക്ക് വേണ്ട. നമ്മൾ ഇവിടെയാണ് നോക്കേണ്ടത്. ഇതാണ് നമ്മുടെ ചാനൽ കസ്റ്റമൈസേഷൻ പേജ്. ഇവിടെ വരുമ്പോഴത്തേക്കും ചാനൽ ട്രെയിലർ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇത് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫീച്ചർ വീഡിയോ ഇതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ പടിപടിയായിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. ആദ്യമേ തന്നെ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ടത് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് നമ്മൾക്ക് പോകേണ്ടത്. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് വരുന്നത്. അതിൽ നമ്മൾ ചാനൽ എടുക്കുക. ചാനൽ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മളുടെ കൺട്രി ചോദിക്കും. കൺട്രി നമ്മൾ ഇട്ട് കൊടുക്കണം. ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്യുകയാണ്. ഇന്ത്യ സെലക്ട് ചെയ്തു. ഇവിടെ പിന്നെ കീവേഡ്സും കാര്യങ്ങളും ഒക്കെ വരുന്ന സ്ഥലങ്ങളാണ്. അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആണ് അതിനെ കുറിച്ച് നോക്കേണ്ടത്. നമ്മളുടെ ചാനലിന്റെ കീവേഡ്സ് എന്തിട്ടാലായിരിക്കണം നമ്മുടെ ചാനൽ കാണുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഓരോ കീവേഡ് ഇടുമ്പോഴും അത് കോമ കൊണ്ട് വേർതിരിച്ചായിരിക്കും ഇട്ടിരിക്കേണ്ടത്. നമ്മുടെ കൺട്രി സേവ് ആയി കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും നമ്മൾ സെറ്റിംഗ്സിൽ പോവുകയാണ്. വീണ്ടും നമ്മൾ ചാനൽ എടുക്കുകയാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ സാധാരണ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, ചാനൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ വരുന്ന വീഡിയോകളിൽ ഒട്ടുമുക്കാൽ വീഡിയോകളിലും പറയാത്തൊരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അത് ഈ യൂട്യൂബ് ചാനലിന് അത്യന്താപേക്ഷിതമാണ്. അതില്ലാതെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മുമ്പോട്ട് ഓടുകയില്ല. നിങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാകുകയില്ല. അഡ്വാൻസ് സെറ്റിംഗ്സ് ഉണ്ട്. ഇവിടെ ഫീച്ചർ എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഫീച്ചർ എലിജിബിലിറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മളുടെ കൺട്രി എനേബിൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളുടെ ഈ കാര്യങ്ങളൊക്കെ എനേബിൾ ആയിട്ട് ഉള്ളത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഫോണിൽ ഒരു വെരിഫിക്കേഷൻ കോഡ് വരണം. ആ വെരിഫിക്കേഷൻ ചെയ്യാതെ ചാനൽ തുടങ്ങിയിട്ട് യാതൊരു കാര്യവുമില്ല. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. വീഡിയോസ് ലോങ്ങർ ദാൻ 15 മിനിറ്റ്സ്, കസ്റ്റം തംബ്നെയിൽസ്, ലൈവ് സ്ട്രീമിംഗ്, അപ്പീലിംഗ് കണ്ടന്റ് ID ക്ലെയിംസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാനുള്ള അനുമതി അവർ തരുന്നത്. ഇവിടെ വെരിഫൈ ഫോൺ നമ്പർ. അപ്പോൾ ഇതുപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും തുറന്നു വരുന്നത്. ഈ ഇന്റർഫേസിൽ ഇന്ത്യ എന്ന് ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കോൾ മീ വിത്ത് ആൻ ഓട്ടോമേറ്റഡ് വോയിസ് മെസ്സേജ്. വേണമെങ്കിൽ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് നമുക്കൊരു OTP നമ്പർ കിട്ടും. എവിടെയാണ് കൊടുക്കുന്നത്? ടെക്സ്റ്റ് മെസ്സേജ് ആണ് എനിക്ക് വേണ്ടത്. ഇവിടെ കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വിച്ച് ലാംഗ്വേജ് ഷുഡ് ബി യൂസ്ഡ് ടു സെൻഡ് യു ദ വെരിഫിക്കേഷൻ കോഡ്. ഏത് ലാംഗ്വേജ് വേണം എന്നാണ് അവർ ചോദിക്കുന്നത്. നാച്ചുറലി ഇംഗ്ലീഷ് മതി നമുക്ക്. ഓക്കെ, വാട്ട് ഈസ് യുവർ ഫോൺ നമ്പർ? ഇവിടെ നമ്മളുടെ ഫോൺ നമ്പർ കൊടുക്കുകയാണ്. ഇവിടെ ഒരു നമ്പർ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്തപ്പോൾ ഇതുപോലെയാണ് സ്റ്റെപ്പ് 2 വന്നിട്ടുണ്ട്. എനിക്കൊരു OTP കോഡും വന്നിട്ടുണ്ട്. ഇവിടെ എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. OTP കോഡ് എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. OTP കോഡ് എൻ്റർ ചെയ്തതിനു ശേഷം സബ്മിറ്റ് ചെയ്യുക. കൺഗ്രാറ്റുലേഷൻസ്, യുവർ യൂട്യൂബ് അക്കൗണ്ട് ഈസ് നൗ വെരിഫൈഡ്. ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ ഇല്ലാതെ യൂട്യൂബ് ചാനൽ തുടങ്ങി മുമ്പോട്ട് വീഡിയോകൾ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ചിരിക്കണം. ഇനി ബാക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ബാക്ക് വന്നപ്പോൾ ഇവിടെ കണ്ടോ, ഫീച്ചേഴ്സ് ദാറ്റ് റിക്വയർ ഫോൺ വെരിഫിക്കേഷൻ എനേബിൾ ആയിട്ടുണ്ട്. ഇതും എനേബിൾ ആയിട്ടുണ്ട്. ഡിഫോൾട്ട് ആയിട്ട് എനേബിൾ ആയിട്ടുണ്ട്. ഇവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വായിച്ച് നോക്കുക. ഇവിടെ അഡ്വാൻസ് സെറ്റിംഗ്സ് ഉണ്ട്, അത് നോക്കുക. അവിടെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, കിഡ്സിന് വേണ്ടിയുള്ള, കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒക്കെ യൂട്യൂബ് പറയുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. കൊച്ചുകുട്ടികൾ ഇൻവോൾവ് ആകുന്ന വീഡിയോ, ഇല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ പറ്റി പറയുന്ന വീഡിയോ, അവരുടെ സൗണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇടുമ്പോൾ നമ്മൾ അത് കിഡ്സിന് വേണ്ടി ഉള്ളതാണോ അല്ലയോ എന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഞാൻ പെർമനന്റ്ലി കിഡ്സിന് വേണ്ടി അല്ല എന്നാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നോ, സെറ്റ് ദിസ് ചാനൽ ആസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്. കിഡ്സിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ കുറെ അധികം റെസ്ട്രിക്ഷൻസ് പറയും. അതെല്ലാം നമ്മൾ പാലിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇവിടെ താഴോട്ട് വന്നിട്ട് നമുക്ക് സബ്സ്ക്രിപ്ഷൻ കൗണ്ട് ആണിത്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ സബ്സ്ക്രൈബർ ഒന്നും കാണില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ചാനലിൽ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് വന്ന് കയറി നോക്കുകയാണെങ്കിൽ ശൂന്യമായി കിടക്കുന്നതുകൊണ്ട് ഇത് ചാനലൊന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളുടെ വീഡിയോ പോലും അവർ കാണത്തില്ല. അതുകൊണ്ട് ഇത് വേണമെങ്കിൽ തൽക്കാലം നമുക്ക് ഈ സബ്സ്ക്രൈബർ കൗണ്ട് ഒന്ന് മാറ്റിയിട്ടേക്കുക. ഡിസ്പ്ലേ ദ നമ്പർ ഓഫ് പീപ്പിൾ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതിന്റെ ടിക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതിനി കാണിക്കത്തില്ല നമ്മൾ പറയാതെ. വീണ്ടും നമുക്ക് കുറച്ച് മെമ്പേഴ്സ് ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്കത് വീണ്ടും എനേബിൾ ചെയ്യാം. ഇവിടെ സേവ് ചെയ്യാം. അപ്പോൾ ഏതാണ്ടൊക്കെ നമ്മളുടെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബ്രാൻഡിങ് ഉണ്ട്.
ഈ ബ്രാൻഡിങ്ങിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ ലോഗോ വരുന്നത്, ഓൾറെഡി കാണിച്ചിരുന്നു. അതിനുശേഷം നമ്മളുടെ ചാനൽ ആർട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഈ ചാനൽ ആർട്ട് വരുന്ന ഇവിടെയാണ്, അപ്ലോഡ് ഇവിടെ ചെയ്യാവുന്നതാണ്. അതിൽ നമ്മൾ ഇത് എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് പബ്ലിഷ് ആവുന്നതാണ്. കാരണം ഞാൻ എൻ്റെ ചാനലിൽ സ്മോൾ ബിസിനസ് ഐഡിയാസ് എന്ന് വലിയ വെണ്ടയ്ക്കാക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇവിടെ കൂടെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോഗോ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് ഇതുവഴിയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ പതിയെ പതിയെ പഠിക്കാനേ പറ്റുകയുള്ളൂ. അപ്പം അതിനുശേഷം നമുക്ക് പുതിയ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴാണ്, ഇപ്പൊ നമ്മളുടെ വീഡിയോകളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് വീണ്ടും നമ്മളുടെ ചാനലിലോട്ട് ഒന്ന് പോയി നോക്കാം. ഇവിടെ മാനേജ് വീഡിയോസ് എന്ന സെക്ഷൻ ഉണ്ട്, അതുകൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇതാണ് നമ്മളുടെ ചാനൽ പേജ്. ഇവിടെയാണ് നമുക്ക് എല്ലാം കാണാൻ പറ്റുന്നത്. ഇവിടെ ഡാഷ്ബോർഡ് ഉണ്ട്. ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിരിക്കുന്ന വീഡിയോയുടെ വ്യൂസ്, കൗണ്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അതിന്റെ കമന്റ്സ്, ഇവിടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഓരോ വീഡിയോയുടെയും ഡീറ്റെയിൽസ് ഇങ്ങനെ നമ്പർ സഹിതം എഴുതി കാണിക്കും. ഇവിടെ പ്ലേലിസ്റ്റ് ഉണ്ട്. നമുക്ക് ഓരോ കാറ്റഗറി തിരിച്ച് ഇടാവുന്നതാണ്. ഗ്ലാമർ എന്ന് ഞാൻ കൊടുത്തപ്പോൾ മമ്മൂട്ടി ഒരു കാറ്റഗറി, മമ്മൂട്ടിയുടെ വീഡിയോ അല്ല അതിനകത്തോട്ട് ഇടുക. മോഹൻലാൽ ഒരു കാറ്റഗറി, മോഹൻലാലിന്റെ വീഡിയോ അല്ല അതിനകത്തോട്ട്. അങ്ങനെയാണ് കാറ്റഗറി തിരിക്കുന്നത്. ഇവിടെ അനലറ്റിക്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ നമുക്ക് എന്ത് വ്യൂസ് വന്നു, എത്രമാത്രം ആളുകൾ കയറി, എത്ര പ്രായമുള്ളവരാണ് കയറിയത്, ആരൊക്കെ കയറി, നമ്മളെ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആളുകളൊക്കെ നമ്മളുടെ വീഡിയോ കണ്ടിട്ടുണ്ടോ, അതോ പുറത്തുനിന്ന് ഉള്ള ആളുകളാണോ കണ്ടിരിക്കുന്നത്, ആരെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ, ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് ഷെയർ ചെയ്തിരിക്കുന്നു, ഏത് ഐഡിയിൽ നിന്നാണ് ഷെയർ ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. യൂട്യൂബിൽ വീഡിയോ ഇട്ട് നമുക്ക് വൈറലാക്കാൻ ഇത്ര ദിവസം കൊണ്ട് വൈറലാകും എന്ന് പറയാൻ കഴിയുകയില്ല. ചിലപ്പോൾ നിങ്ങൾ 1 മാസം കൊണ്ട് വൈറലാകാം, ചിലപ്പോൾ നിങ്ങൾ 3 വർഷം എടുത്താലും വൈറലായി എന്ന് വരില്ല. ഏത് വീഡിയോ എപ്പോൾ വൈറലാകും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. വളരെ സിമ്പിൾ ആണ്, ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് ഹാർഡ് വർക്ക് വേണം, ദീർഘദൃഷ്ടി വേണം. അതുകൂടാതെ തന്നെ നമ്മൾ സ്റ്റേബിൾ ആയിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. എപ്പോഴും എല്ലാ ടൈമിലും നമ്മൾ അതിന്റെ കൂടെ നിൽക്കാൻ തയ്യാറായിരിക്കണം എന്ന് മാത്രം. എങ്കിൽ നിങ്ങൾക്കും വിജയിപ്പിക്കാം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണുമെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് എന്ന ഈ ചുമന്ന ബട്ടണിൽ അമർത്തുക. അതിനുശേഷം വരുന്ന ബെൽ ബട്ടണിൽ അമർത്തുക. അതിനുശേഷം ചോദിക്കുന്ന 3 ഓപ്ഷൻ ഉണ്ട്, അതിൽ ഓൾ എന്ന് അമർത്തുക.